അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അറേബ്യയിൽ കല്ല് ദൈവങ്ങളും മണ്ണ് ദൈവങ്ങളും മരദൈവങ്ങളും ഒക്കെ അവരെ കാലം കഴിഞ്ഞു. ഉസ്സയും ലാത്തയും ഹുബൈലും മനാത്തയും 300 ഉണ്ടായിരുന്നു. ആരൊക്കെ നശിച്ചു, കാലം ചെയ്തു എന്ന് പറയില്ലേ, തീപ്പെട്ടു എന്ന് പറയില്ലേ, മരണപ്പെട്ടു എന്ന് പറയില്ലേ. അങ്ങനെ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ നാശം. അതുപോലെ തന്നെ ത്വായിഫ് ദേശക്കാർ പരിപൂർണമായിട്ട് എല്ലാവരും ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അത് അത്രയും അവർ ഇസ്ലാമിനെ എതിർത്തിരുന്നു. അതുപോലെ നബി തിരുമേനിയും എതിർത്തിരുന്നു. അവർ പരിപൂർണമായിട്ട് ഇസ്ലാമിനെ ആശ്രയിച്ചു കഴിഞ്ഞു. ഇത്രയും ആയതോടുകൂടിയിട്ട് ഹിജാസ് മുഴുവൻ അല്ലാഹുവിൻ്റെ അടിമകളായി മാറി, ഇസ്ലാമിൻ്റെ വരുതിക്ക് വന്നു. അവരെല്ലാവരും ദേവദൂതരെ അംഗീകരിച്ചു. അങ്ങനെ നബി തിരുമേനിയുടെ അധികാര സീമ, ഇസ്ലാമിൻ്റെ പ്രചാരത്തിൻ്റെ സീമ വടക്ക് ബൈസാൻഡിയ വരെ, തെക്ക് ഹറമൗത്ത് യമൻ അതുവരെ വ്യാപിച്ചു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്ത് അവശേഷിച്ച യമൻ എന്നിത്യാദി ഭാഗങ്ങൾ അവരും ഇസ്ലാമിനെ സ്വീകരിക്കാൻ സന്നദ്ധരായിട്ട് വന്നു. ഇസ്ലാം മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും തങ്ങളുടെ നാടിൻ്റെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി സർവശക്തിയും വ്യയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ആ വിധത്തിൽ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്ലാമിന് കീഴൊതുങ്ങിക്കൊണ്ടും സത്യത്തിൻ്റെ വഴിയെ തേടിക്കൊണ്ടും നാനാഭാഗങ്ങളിൽ നിന്ന് മദീനയിലേക്ക് ദൗത്യ സംഘങ്ങൾ തുരുതുരെ പ്രവഹിക്കാൻ തുടങ്ങി. നേരിട്ട് പ്രവാചകനിൽ നിന്ന്, പ്രവാചക സന്നിധിയിൽ നിന്ന് ഇസ്ലാമിനെ ഏറ്റുവാങ്ങാനായിട്ട് ഭാഗ്യവാന്മാർ, നേരിട്ട് പ്രവാചകന്റെ തിരുമുമ്പിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ ഏറ്റുവാങ്ങാൻ, അതിൻ്റെ ആദ്യ പഠനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ. അവിടെ ദൗത്യ സംഘങ്ങൾ ആ കാലഘട്ടങ്ങളിൽ തുരുതുര പ്രവഹിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരാൾ, ചക്രവർത്തിയായിരുന്ന, ചേരരാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാൾ, അദ്ദേഹം കേട്ടറിഞ്ഞു, ഇങ്ങനൊരു ദേവദൂതനെ കുറിച്ച് കേട്ടറിഞ്ഞു. അദ്ദേഹം എങ്ങനെ പോകും? വെറും ഉരുവിൽ കയറിയിട്ട്, പായക്കപ്പലിൽ കയറിയിട്ട്. അദ്ദേഹത്തിൻ്റെ മുമുക്ഷുത്വം നോക്കുക. പരമഗതിയെ പ്രാപിക്കാൻ ഉള്ള വഴി തുറന്നു കിടക്കുന്നു. പക്ഷെ അങ്ങ് മക്കത്താണ്, മദീനയിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇച്ഛ അത് അദ്ദേഹത്തെ പുറകോട്ടടിപ്പിച്ചില്ല. അദ്ദേഹം നിർമ്മിച്ച് ഉരുവിൽ കയറി അഥവാ പായക്കപ്പലിൽ കയറിയിട്ട് ദിവസങ്ങൾ യാത്ര ചെയ്ത്, നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് 800-900 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വ്യോമയാനങ്ങൾ അവിടെ എത്തുമ്പോൾ മണിക്കൂർ 4-5 പിടിക്കും. അവ പായക്കപ്പലിൽ കാറ്റിൻ്റെ ഗതി അനുകൂലമായാൽ മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് എത്ര കാലം കൊണ്ട് അവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പൃഹ, അദ്ദേഹത്തിൻ്റെ മുമുക്ഷുത്വം അതായിരുന്നു, അത്രയും വലുതായിരുന്നു. ഏതായാലും അവിടെ പോയി നബി തിരുമേനിയെ മുഖ്താവിൽ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലെത്തി അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഈ ഭാരതഖണ്ഡത്തിൽ എമ്പാടും അതിനെ പ്രസരിപ്പിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ദൈവഗത്യ അദ്ദേഹം കാലം ചെയ്തു സലാലയിൽ വെച്ച്. താജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ചേരമാൻ പെരുമാളുടെ പേര് താജുദ്ദീൻ എന്നായി. അദ്ദേഹം അവിടെ വിലയം പ്രാപിച്ചു, ആ മണ്ണിൽ തന്നെ. ഇന്നും സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, ഇന്നത്തെ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ്റെ ഭാഗമായിട്ടുള്ള സലാലയിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം കാണാൻ കഴിയും.
ദൗത്യസംഘങ്ങൾ പലയിടത്തുനിന്നായിട്ട് ഒന്നൊന്നായിട്ട് മദീനയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നബി തിരുമേനിക്ക് അവർ ഉപദേശങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ളവരെ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ സമയത്താണ് ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള സമയം വന്നണഞ്ഞത്. മുസ്ലിങ്ങൾ ഇത് നിർവഹിക്കുന്ന വിധം, മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന വിധത്തിൽ പൂർണ്ണ രൂപത്തിൽ പ്രവാചകന് ഇനിയും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലായ്പ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ. ബൈസാൻറ്റിയക്കാരെ ജയിക്കാൻ ഓരിയ പടയാണത്, റോമിൻ്റെ ഒരു ഭാഗമാണത്. അവരെ ജയിച്ചടക്കാൻ ഒരിക്കൽ പോലും മദീനക്കാർക്ക് കഴിയില്ല. മദീനയുടെ ശക്തി കൊണ്ട് കഴിയില്ല, മനുഷ്യശക്തി കൊണ്ട് കഴിയില്ല. ലക്ഷങ്ങൾ വരുന്ന പടക്കൂട്ടമാണ് ഇവിടെയോ. അവരെ ജയിച്ചടക്കാൻ ദൈവമാണ് പ്രവാചകനെ സഹായിച്ചത്. വലിയ ശത്രുക്കളായിട്ടുള്ള ത്വായിഫുകാർ അവർ പരിപൂർണമായിട്ടും ഇസ്ലാമിൻ്റെ സംരക്ഷണ വലയത്തിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട്. ദേവദൂതന് അതിൻ്റെ വാക്കുകളെ അവർ പരിപൂർണമായിട്ട് അനുസന്ധാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദൗത്യ സംഘങ്ങൾ പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. എണ്ണമില്ലാത്തത്ര ആളുകൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസമാധാനത്തോടു കൂടി ശത്രുശൂന്യമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇത്തവണ പ്രവാചകൻ എത്തുമോ? അറേബ്യയിൽ ഇപ്പോഴും ചില ഭാഗങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുണ്ട്. അല്പതല ഗോത്രങ്ങൾ, തിരുദൂതരിൽ വിശ്വസിക്കാത്തവരുണ്ട്. അവരിപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കുറച്ചാണെങ്കിൽ പോലും അവർ അവശേഷിക്കുന്നുണ്ട്. അറേബ്യയുടെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരാത്ത പാവങ്ങൾ. പിന്നെ അവിശ്വാസികളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവരും അവരുടെ പഴയ അനിസ്ലാമിക പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുകയാണ് അവരെല്ലാവരും. അവർ മാറിയിട്ടില്ല. അവിശ്വാസികൾ ആത്മീയമായിട്ട് അവർ നേരെയാക്കാൻ കഴിയില്ല. അവർ മ്ലേച്ഛന്മാരാണ്. അവർക്ക് ഒരിക്കൽ പോലും ഒന്നിനും സ്വീകരിക്കാൻ കഴിയില്ല. സത്യത്തിൻ്റെ പാത തുറന്നു നോക്കാൻ അവർക്ക് കണ്ണുകളിൽ തെളിച്ചമില്ല. ഏതായാലും ഇത്തവണയും അങ്ങനെയുള്ള ആളുകൾ, അവിശ്വാസികൾ അടക്കമുള്ള ആളുകൾ, ബഹുദേവതാ വിശ്വാസികൾ, ബഹുദേവത ആരാധനക്കാർ, ഉസയെയും ലാത്തയെയും ഹൂബലിനെയും മനാത്തയെയും ആരാധിച്ചിരുന്ന ആളുകൾ, 300 പരമുള്ള ദേവതാരൂപങ്ങൾ ആരാധിച്ചിരുന്ന ആളുകൾ, അവരിത്തവണയും കാബ ദേവാലയത്തിലേക്ക് ഇപ്പോഴും അവരുടെ പരമ്പരാഗത ആചാരമനുസരിച്ച് ഈ പുണ്യമാസങ്ങളിലേക്ക് അവർ തീർത്ഥാടനം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രവാചകൻ ഹജ്ജിന് പുറപ്പെടുമോ? എല്ലാവരും സംശയം പ്രകടിപ്പിച്ചു. അവസാനം മനസ്സിലായി ഇത്തവണ ഹജ്ജിന് പ്രവാചകൻ വരുന്നില്ല. അദ്ദേഹം മദീനയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ വചനം പരിപൂർണമാകുന്നതുവരെ, പൂർത്തിയാവുന്നതുവരെ, തീർത്ഥാടനത്തിനുള്ള ദൈവാനുമതി ലഭിക്കുകയും ചെയ്യുന്നതുവരെ ഹജ്ജ് തീർത്ഥാടനത്തിന് ജനങ്ങളെ നയിക്കാൻ പ്രവാചകൻ അബൂബക്കറിനെയാണ് നിയോഗിച്ചത്. ഇത്തവണ അദ്ദേഹം ഒറ്റയ്ക്കല്ല പോയത്. അദ്ദേഹത്തിൻ്റെ കൂടെ മദീനയിലുള്ള മുസ്ലിങ്ങളുണ്ടായിരുന്നു. 300ഓളം മുസ്ലിങ്ങൾ നയിച്ചുകൊണ്ടാണ് അബൂബക്കർ മക്കയിലേക്ക് പുറപ്പെട്ടത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത് ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ട്. ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, കാബ ദേവാലയത്തിലേക്ക്, മക്കത്തിലേക്ക്, ആ വിശുദ്ധ ദേവാലയത്തിലേക്ക് ബഹുദൈവ വിശ്വാസികളുടെ തീർത്ഥാടനവും നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. പുണ്യദേവാലയം ലക്ഷ്യപ്പെടുത്തി വരുന്നവർ, അവിടെ അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, അതിനുദ്ദേശിച്ച് വരുന്നവരെ ആരും തടയപ്പെടരുത്. വിശുദ്ധ മാസങ്ങളിൽ അവരും സുരക്ഷിതരായിരിക്കണമെന്നും പ്രവാചകനും മക്കയിലെ അവിശ്വാസികളും തമ്മിലൊരു പൊതു കരാറുണ്ടായിരുന്നു. കാലങ്ങളായിട്ട്
ദേശങ്ങളിൽ വ്യാപിച്ച് നടന്നിരുന്ന പരമ്പരാഗതമായിട്ട് ദൈവകൽപ്പനകൾ, ദൈവത്തിൻ്റെ മനുഷ്യർക്കിടയിലെ മധ്യസ്ഥ ദൈവങ്ങൾ, ഹുസൈനാത്തെയും പോലുള്ളത്, അത് പലരുടെയും വിശ്വാസമാണ്. അതവരുടെ മനസ്സിൽ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അത് മനസ്സിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ മക്ക ദേവാലയത്തിലേക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസമനുസരിച്ച് അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വരുമ്പോൾ പുണ്യമാസത്തിൽ അവർ ഒരു കാരണവശാലും തടയപ്പെടരുത്. അങ്ങനൊരു സന്ധി എഴുതി വെച്ചിരുന്നു. ആ ഒരു കരാറ് അവിടെ പുലരണം എന്ന് പ്രവാചകൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പ്രവാചകനും അതുപോലെ തന്നെ ഗോത്രങ്ങൾ, ഇതര അറബ് ഗോത്രങ്ങളുമായിട്ടും ചില സമയബന്ധിത കരാറ് നിലവിലുണ്ട്. ഈ കരാറുകൾ നിലനിൽക്കുന്ന കാലത്തോളം ദൈവത്തിൻ്റെ ഭവനം ബഹുദേവത ആരാധനക്കാരും ഏകദേവത ആരാധകരുമെല്ലാം തീർത്ഥാടനം ചെയ്യുന്ന അവസ്ഥാവിശേഷം ഈ കരാർ നിലനിൽക്കുന്നിടത്തോളം കാലം ആ അവസ്ഥാവിശേഷം തുടർന്നേ മതിയാകും. അത് തടയപ്പെടാൻ പാടില്ല. കാബയുടെ പരിസരത്ത് അനിസ്ലാമിക കാലഘട്ടത്തിലെ 1400 വർഷങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിലെ ആരാധനാ ചടങ്ങുകൾ തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ ഈ ഒരു അവസരത്തിൽ മുസ്ലിങ്ങൾ നിർബന്ധിതരാണ്. കാരണം കരാറുകളുണ്ട്. മേൽ പ്രസ്താവിച്ച ചില കരാറുകൾ, പ്രത്യേക കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഹജ്ജിൽ നിന്നോ ഇതര ആരാധനാ ചടങ്ങുകളിൽ നിന്നോ ആരെയും തടയാൻ സാധിക്കില്ല. തടയാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ഇന്ന് പ്രവാചകന്റെ കീഴിലുള്ള ആളുകൾ, മുസ്ലിങ്ങൾ, അവരതിന് സന്നദ്ധരാവാൻ പാടുള്ളതല്ല. അനിസ്ലാമിക കാലഘട്ടത്തിലെ ചടങ്ങുകളൊക്കെ ആരാധനാ രീതികളും അവർ ചെയ്ത് നോക്കിക്കാണാനേ പാടുള്ളൂ. മുസ്ലിങ്ങളായവർ മനസ്സംയമനത്തോടുകൂടി അറബികളുടെ ആരാധനാമൂർത്തികൾ ഏകദേശം എല്ലാം ക്രമപ്രകാരം ഒന്നൊന്നായിട്ട് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. കാബയിലെ വിഗ്രഹങ്ങളൊക്കെയും തുടച്ചു മാറ്റപ്പെട്ടു. നമുക്കെല്ലാവർക്കും അറിയാം, മക്ക വിജയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദേവാലയം അത് ശുദ്ധമാക്കിയിട്ടുണ്ട്. അവിടെ അശുദ്ധമാക്കാൻ ഇടയുള്ള കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ അതിനെല്ലാം നേരത്തെ തന്നെ അവിടുന്ന് മാറ്റിക്കളഞ്ഞിരുന്നു. എങ്കിലും വിശുദ്ധ ദേവാലയത്തിൽ ഈ വർഷം നടക്കുന്ന ചടങ്ങുകൾ, ഈ വർഷം നടക്കുന്ന സമ്മേളനങ്ങൾ, ആളുകൾ കൂടിച്ചേരുന്ന സമയത്ത് ബഹുദൈവത്വം അതുപോലെ വിഗ്രഹാരാധനയും ആക്കി വെച്ച് പുലർത്തുന്ന ആളുകളും അവരുടെ കടുത്ത എതിരാളികളും ഒത്തുകൂടി. ആരുടെയും മുഖത്ത് അനാവശ്യമായിട്ട് ഈർഷ്യയോടുകൂടി നോക്കിയില്ല. നിങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് അവർ പറഞ്ഞില്ല. അവരും ഒരിക്കൽ പോലും ശബ്ദം പോലും സഭയ്ക്ക് കൊള്ളാത്ത രീതിയിൽ അവർ സംസാരിച്ചില്ല. അനിസ്ലാമിക കാലഘട്ടത്തിലെ ബഹുദേവത ആരാധന, വിഗ്രഹാരാധന, ഇതെല്ലാം തുടരുന്ന ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരവരുടെ ചടങ്ങുകൾ നിർവഹിക്കുന്നുണ്ടായിരുന്നു. അവരുടെ എതിരാളികളായിട്ടുള്ള ഏകദൈവ വിശ്വാസികൾ, അള്ളാഹുവിനെ പിൻപറ്റുന്നവർ, തിരുദൂതരെ അംഗീകരിക്കുന്നവർ, അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് വശങ്ങളാണ് ആധ്യാത്മികതയുടെ. അവരെല്ലാവരും അവിടെ ഒത്തുകൂടി. ഇത് കുറച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ദുർഗ്രഹമായിട്ടുള്ളൊരു വിരോധാഭാസമായിട്ട് തോന്നിയേക്കാം. യഹൂദന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നവരല്ല, ശത്രുക്കളാണ് എന്നും എപ്പോഴും. പക്ഷേ ജെറൂസലമിലേക്ക് അവർ തീർത്ഥാടനം ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത ഭൂമിയാണ് ജെറൂസലേം. ക്രിസ്ത്യാനികൾക്കാവട്ടെ യേശു ക്രിസ്തുവിൻ്റെ ജന്മഭൂമിയും.
ആയതുകൊണ്ടാണ് അവരവിടെ ഒത്തുകൂടുന്നത്. എന്നാൽ ഒരു ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ ഇല്ലാതാക്കപ്പെടുകയും എന്നിട്ട് ആ ഇല്ലാതായുള്ള വിഗ്രഹത്തെ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന രണ്ട് ഉപാസന രീതികളുടെ സംഗമം, അതെങ്ങനെയാണ് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുക? അൽഹംദുലില്ലാഹ്.